നമ്മൾ തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെയുണ്ടായ അപകടത്തിന്റെ വാർത്തകളിലേക്ക് പോകുന്നു. അഭിജിത്ത് മുഴക്കുന്നും മിഥില ബാലനുമാണ് തത്സമയം തുടരുന്ന. അഭിജിത്ത്, ഇപ്പോൾ ഇതിലൊരു ഉന്നതതല അന്വേഷണം വേണം, വീഴ്ച പറ്റിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഭരണസമിതിക്ക് എന്നതുൾപ്പെടെ പ്രതിപക്ഷം ഇന്നലെ മുതൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ടി സിദ്ദിഖ് ഇന്നും അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ? അനുജ, പ്രധാനമായും ഇതുതന്നെയാണ്. കോൺഗ്രസും BJPയും ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ അല്പസമയം മുൻപാണ് BJP ജില്ലാ പ്രസിഡന്റ് ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഈ വീഴ്ചയെപ്പറ്റി ഇവിടെയുള്ള സമിതി തന്നെ പഠിച്ചാൽ എങ്ങനെയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിലൊരു ഉന്നതതല അന്വേഷണം വരണം. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിൽ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ടാണ്. ഈ അപകടം ഉണ്ടായത് എങ്ങനെ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. MRI സ്കാനിങ്ങിന്റെ ഓവർലോഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ UPS റൂമിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. തുടർന്ന് ഇവിടെ പുക പടരാൻ കാരണമാകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഇന്നലെ തന്നെ ടെക്നിക്കൽ വിഭാഗവും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ഒരു പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഇങ്ങനെ. ഈ ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെ ഒരു പുക ഉയരുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. പക്ഷേ എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ പരിശോധന ഈ കാഷ്വാലിറ്റിയിൽ നടക്കുകയും ചെയ്യും. അതിനുശേഷമാകും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. മറ്റൊരു കാര്യം, ഈ ആശുപത്രിയുടെ ഈ കെട്ടിടത്തിന്റെ ഘടനയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ആരോപണങ്ങൾ കൂടിയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ രോഗികളെ പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ദുഷ്കരമായ ഒരു ജോലി, അല്ലെങ്കിൽ അതായിരുന്നു ഏറ്റവും ദുഷ്കരമായ ഒരു പ്രവർത്തനം. നിറയെ രോഗികൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനെ ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ താഴത്തെ നിലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. അവരെ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ലിഫ്റ്റ് പണിമുടക്കി. മുകൾ നിലയിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഒരു കാലതാമസം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒപ്പം തന്നെ ഈ വെന്റിലേറ്ററിൻ്റെ സഹായം നൽകുന്നതിലാണ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിപ്പോകുന്ന പലർക്കുമാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇവരെ ഈ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ കൃത്യമായ പരിചയമുള്ള ആൾക്കാരുടെ സൗകര്യം ഉണ്ടായില്ല, സ്റ്റാഫുകളുടെ സൗകര്യം ഉണ്ടായില്ല. അതിൽ തന്നെ അഭിജിത്ത് വളരെ പ്രധാനമാണ്. നസീറ എന്ന ഇതിൽ അപകടത്തിൽ മരിച്ച ഒരാളുടെ ബന്ധു പറയുന്നത് അവർ വിഷം കഴിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ വന്നതാണ്. പക്ഷെ പതിയെ സാധാരണ നിലയിലേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ICUവിലായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. ഓക്സിജൻ അത് വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കൃത്യമായ വൈദ്യസഹായം അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം, മറുപടി? അഭിജിത്ത്, അനുജ, ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ അതിനൊരു വിശദീകരണം നൽകിയിരുന്നു. അവർ പറയുന്നത് ആ രീതിയിലല്ല കാര്യങ്ങൾ പോയിരുന്നത്. അവരുടെ മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഒരിക്കലും അങ്ങനെ ഈ അപകടം ഉണ്ടായതിനു പിന്നാലെ വെന്റിലേറ്ററിൻ്റെ സഹായം ലഭിക്കാതെയോ ഓക്സിജന്റെ സഹായം ലഭിക്കാതെയോ അല്ല ഇവർ മരണപ്പെട്ടത് എന്നുള്ള ഒരു പ്രാഥമികമായ ഒരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ്. അല്പസമയത്തിനകം നടക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്.